നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യൻ വ്യോമയാന രംഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏറ്റവും പുതിയ സംഭവ വികാസം നോക്കിയാൽ വിസ്താര എയർലൈൻസ് ഇനിയില്ല എന്നതാണ്. ടാറ്റ ഗ്രൂപ്പും സിംഗപ്പൂർ എയർലൈൻസും ചേർന്നുള്ള ജനപ്രിയ വ്യോമയാന ബ്രാൻഡായ വിസ്താരയുടെ സർവീസ് അവസാനിച്ചിരിക്കുകയാണ്. 2024 നവംബർ 11 വിസ്താര എയർ ഇന്ത്യയിൽ ലയിച്ചു കഴിഞ്ഞു. ഇനി മുതൽ എയർ ഇന്ത്യ എന്ന ബ്രാൻഡിലായിരിക്കും വിസ്താര സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. വിസ്താരയിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരെല്ലാം ഇനി എയർ ഇന്ത്യയുടെ ചെക്ക് ഇൻ കൗണ്ടറുകൾ ഉപയോഗിക്കണം. വിസ്താരയുടെ വിമാനങ്ങൾ AI2 എന്ന ഫ്ലൈറ്റ് കോഡിലായിരിക്കും എയർ ഇന്ത്യയുടെ ലിസ്റ്റിൽ ഇനി കാണപ്പെടുന്നത്. വിസ്താരയ്ക്ക് 70 വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലയനത്തോടെ ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ 2 ശക്തികൾ മാത്രമായിരിക്കും ഇനി മുന്നിൽ നിൽക്കുന്നത്: ഇൻഡിഗോയും എയർ ഇന്ത്യയും. ഇതിൽ ഇൻഡിഗോയ്ക്ക് 61.3%, എയർ ഇന്ത്യയ്ക്ക് 28.9% ഇന്ത്യയിൽ സ്വാധീനമുള്ളത്. ഇവർ രണ്ടുപേരുമായിരിക്കും ഇനി വിപണി നിയന്ത്രിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ ഇനി ഫുൾ സർവീസ് കമ്പനിയായ എയർ ഇന്ത്യയും നിരക്ക് കുറഞ്ഞ കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിങ്ങനെ 2 ബ്രാൻഡുകൾ മാത്രമായിരിക്കും പ്രവർത്തനം നടത്തുന്നത്. വിസ്താരയോടൊപ്പം പഴയ എയർ ഏഷ്യ ഇന്ത്യ എന്ന AIX കണക്റ്റും ടാറ്റ ഗ്രൂപ്പിലെത്തുന്നുണ്ട്. വിസ്താര എയർ ഇന്ത്യയിലും AIX കണക്റ്റ് എയർ ഇന്ത്യ എക്സ്പ്രസിലുമാണ് ലയിക്കുന്നത്. ഇനി ഇന്ത്യൻ വ്യോമയാന മേഖലയിലെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളുടെ ചരിത്രമൊന്ന് നോക്കാം. വിസ്താരയുൾപ്പെടെ കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ പറക്കൽ നിർത്തിയ വിമാന കമ്പനികളുടെ എണ്ണം 5ആയി. വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി 2012 കാലഘട്ടം മുതലാണ് ഇന്ത്യയിൽ വിദേശ ആഭ്യന്തര വിമാന കമ്പനികൾ സർവീസ് നടത്തി തുടങ്ങിയത്. ആഭ്യന്തര വിമാന കമ്പനികളുടെ 49% ഓഹരി വാങ്ങുവാനുള്ള അനുമതി വിദേശ കമ്പനികൾക്ക് അന്ന് ലഭിക്കുകയുണ്ടായി. അതോടെ ആദ്യമെത്തിയത് ഇത്തിഹാദാണ്. ജെറ്റ് എയർവേസിന്റെ 24% ഓഹരി ഇത്തിഹാദ് വാങ്ങി. പിന്നീട് പുതിയ കമ്പനികൾ രംഗത്ത് വന്നു തുടങ്ങി. എയർ ഏഷ്യ, വിസ്താര, കിങ് ഫിഷർ, എയർ സഹാറ എന്നിവ ഇന്ത്യൻ ആകാശത്ത് പറക്കുവാനും തുടങ്ങി. തുടക്കത്തിൽ എല്ലാ കമ്പനികളും മികച്ച നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും പിന്നീട് സാമ്പത്തിക തകർച്ചയോടെ ഓരോന്നായി പിൻവാങ്ങുവാൻ തുടങ്ങി. കമ്പനികൾക്ക് നഷ്ടമുണ്ടാക്കിയ വസ്തുതകൾ പറയുവാൻ തുടങ്ങിയാൽ അത് ഒരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല. ആദ്യം ഇന്ത്യയിൽ പ്രവർത്തനം നിർത്തിയത് എയർ സഹാറയും കിങ് ഫിഷറുമായിരുന്നു. 2012 കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കിങ് ഫിഷർ കളമൊഴിയുന്നത്. സഹാറ കമ്പനിയെ ജെറ്റ് എയർവേസ് ഏറ്റെടുത്ത് ജെറ്റ് ലൈറ്റ് എന്ന പേരിൽ പുനരവതരിച്ചിരുന്നു. 2019 ജെറ്റ് ലൈറ്റിന്റെ പ്രവർത്തനവും നിർത്തി. എയർ ഏഷ്യയുടെ കാര്യം നോക്കിയാൽ അതിൽ 49% ഓഹരി മലേഷ്യൻ എയർലൈൻസിനും ബാക്കി ടാറ്റ ഗ്രൂപ്പിനുമായിരുന്നു. ഇവർ ഓഹരികൾ പിൻവലിച്ചതോടെയാണ് എയർ ഏഷ്യ വിസ്മൃതിയിലാണ്ടത്. പല കമ്പനികളും കുറഞ്ഞ ചിലവിൽ യാത്ര വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഏവിയേഷൻ ഓയിൽ വിലക്കയറ്റം, എയർപോർട്ട് വാടക, മെയിൻ്റനൻസ് ചിലവുകൾ ഇവയെല്ലാം അവരെ പ്രതിസന്ധിയിലാക്കി. ഇപ്പോൾ 61.3% ഇൻഡിഗോയും 28.9% ടാറ്റ ഗ്രൂപ്പുമാണ് വിപണിയിലുള്ളത്. സ്പൈസ് ജെറ്റ്, ആകാശ എയർ, അലയൻസ് എയർ തുടങ്ങിയ മറ്റു കമ്പനികളെല്ലാം കൂടി ചേർന്നാലും 10% താഴെ മാത്രമേ വരികയുള്ളൂ. ഗോ ഫസ്റ്റ്, ജെറ്റ് എയർവേസ് എന്നിവ പാപ്പരത്ത നടപടികൾ നേരിട്ട് ലിക്വിഡേഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് 413 വിമാനങ്ങളും ടാറ്റ ഗ്രൂപ്പിന് 300 വിമാനങ്ങളുമാണ് ഉള്ളത്. ഇന്ത്യൻ വ്യോമയാന രംഗത്ത് ഇനിയുള്ള മത്സരം പ്രമുഖരായ 2 പേരുടെ കീഴിൽ വരുന്നതോടെ അതിൻ്റെ ഗുണം യാത്രക്കാർക്ക് ലഭിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിരക്കുകൾ കുറച്ച് കൂടുതൽ ആഭ്യന്തര സർവീസുകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പുതിയ അപ്ഡേറ്റ് വാർത്തകൾ വരുന്ന നാളുകളിൽ പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.